കാലമാടന്റെ പെണ്ണ്. രചന നിലാവിന്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. നീ എങ്ങോട്ട് പോവാ? അവിടെ നിൽക്ക്. പതിയെ അവിടുന്ന് എസ്കേപ്പ് അടിക്കാൻ നിന്ന് ശരത്തിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു. കിടക്കാൻ എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നു. പിന്നെ രാവിലെ അനാമിയെ കാണാൻ പോകാനുണ്ട്. ഏതനാമി? നീ പണ്ട് പഠിച്ചപ്പോൾ നിന്റെ പുറകെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടന്ന് കൊച്ചോ? ആ, അവൾ തന്നെ. അവൾ വിളിച്ചിരുന്നു കാണണമെന്ന് പറഞ്ഞുകൊണ്ട്. അവൾ ഞാൻ നിന്നെ കാണുന്നേ. ശിവയുടെ ചോദ്യത്തിന് കണ്ണിറുക്കി കാണിച്ച് അവിടുന്ന് പോകും മുമ്പേ ശിവ ശരത്തിനെ കോളിൽ കുത്തിപ്പിടിച്ചു. എൻ്റെ മോനെ, എൻ്റെ ഏഴത്തെ വന്ന് പഴയ കാമുകയുടെ കൂടെ പോകാനാണ് നിന്റെ വിചാരെങ്കിലേ ഈ ശിവാരാണെന്ന് നീ അറിയും. ചി വിടറപ്പാ നീ. അവൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഏതോ കേസിനെ കുറിച്ച് സംസാരിക്കാനാണ് എന്നോട് വരാൻ പറഞ്ഞത്. അല്ലാതെ കെട്ടിയ പെണ്ണിനെ വിട്ട് മറ്റൊരുത്തെ തേടി പോകുന്നതിനോ അല്ല ഞാൻ. ശിവയുടെ കൈകളെ തട്ടിമാറ്റി ശരത്തിൻ്റെ ദേഷ്യത്തിൽ പറഞ്ഞു. സോറി ഞാൻ, ആർക്കായാലും അബദ്ധമൊക്കെ പറ്റും. നീ ഇനി ഇതും മനസ്സിൽ നടക്കണ്ട. ഞാൻ അറിയാതെ അപ്പോഴത്തെ ദേഷ്യത്തിന്. ശിവ തലചെറിഞ്ഞുകൊണ്ട് പറഞ്ഞതും ശരത്ത് അവനെ കൂർപ്പിച്ച് നോക്കി ഷാർട്ടിന്റെ കോളർ ശരിയാക്കി അവിടുന്ന് പോയി. പോകുന്ന പോകിൽ ശിവയുടെ റൂമിൽ കയറി ഇനിയും ഇവളില്ലാതെ ഞങ്ങൾക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് ശരത്തും മിത്തുവിനെയും എടുത്ത് തോളിലിട്ട് സ്വന്തം റൂമിലേക്ക് പോയതും ശിവ ഡോർ ലോക്ക് ചെയ്ത് ശ്രീയുടെ അടുത്ത് വന്ന് കിടന്നു. ആകെ ഒരു പൊടിക്കുപ്പിയുടെ അത്രയേ ഉള്ളെങ്കിലും കുശുമിനൊന്നും ഒരു കുറവുമില്ല. അവളുടെ മുഖത്തേക്ക് പാറി വീണ മുടികളെ മാടി ഒതുക്കി ചെവിക്ക് പിന്നിലാക്കിക്കൊണ്ട് ശിവ പറഞ്ഞു. കുശുമിന്റെ മറ്റവൾ കാണാൻ പാട്ടി. പെട്ടെന്ന് ശ്രീ പറഞ്ഞത് കേട്ട് ശിവ ഞെട്ടി. ശ്രീ അതും പറഞ്ഞ് അവന് നെഞ്ചിലേക്ക് കയറി കിടന്നു. ഓ, ഉറക്കത്തിലായിരുന്നു. അവൾ ഉറക്കത്തിൽ പറയുകയാണെന്ന് അറിഞ്ഞതും അവൻ ആശ്വാസത്തോടെ അവളെയും പൊതിഞ്ഞു പിടിച്ച് കിടന്നു. അതെ, ചായ. രാവിലെ തന്നെ ശിവക്കുള്ള ചായയുമായി റൂമിലേക്ക് വന്നതാണ് ശ്രീ. അവനാണെങ്കിൽ അവൾ വന്നതോ പറയുന്നതോ ശ്രദ്ധിക്കാതെ ഫോണിൽ വിളിച്ചു നിൽക്കുന്നത് കണ്ട് അവൾ ദേഷ്യത്തിൽ ഇത്തിരി ശബ്ദം കൂട്ടി പറഞ്ഞു. ദേ മനുഷ്യ, നിങ്ങളിത് വാങ്ങുന്നുണ്ടോ? ഇനി ഇതെങ്ങാനും തണുത്ത് പോയെന്ന് പറഞ്ഞ് എൻ്റെ മേക്കിട്ട് കയറാൻ വന്നിട്ടുണ്ടല്ലോ എൻ്റെ ശ്രീ പറഞ്ഞു തീരും മുമ്പേ ശിവ അവളെ പിടിച്ചു വലിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി മിണ്ടരുതെന്ന് ആംഗ്യം കാട്ടി. പെട്ടെന്നുള്ള അവൻ്റെ വലിയിൽ അവൻ്റെ നെഞ്ചിൽ പോയി തലമുട്ടി നിന്ന് ശ്രീ ഞെട്ടി ചായക്കപ്പം മുറുകെ പിടിച്ച് തലയുരുത്തി അവനെ രൂക്ഷമായി നോക്കി. അവൻ അവളുടെ നോട്ടത്തെ പാട അവഗണിച്ച് അവളെ വരിഞ്ഞു മുറുക്കി പിടിച്ച് അവൻ കോളിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതും അവൾ അവനെ പിടിയുന്നത് കുതിറി മാറാൻ നോക്കിയെങ്കിലും ഉടുമ്പ് പിടിച്ചതുപോലെ പിടിച്ചത് കൊണ്ട് അവൾക്കതിന് സാധിച്ചില്ല. ശ്രീ പല്ല് കടിച്ചവനെ നോക്കി നിന്നു. അപ്പോഴാണ് അവൻ അവളെ ശ്രദ്ധിക്കുന്നത്. ഒരു ഷോർട്സ് മാത്രമാണ് അവൻ്റെ വേഷം. വർക്കൗട്ട് കഴിഞ്ഞ് വന്നത് കൊണ്ട് തന്നെ അവൻ്റെ ദൃഢമായ നെഞ്ചിലും കഴുത്തിലുമെല്ലാം വിയർപ്പ് തുള്ളികൾക്കൊപ്പം നെഞ്ചിൽ പറ്റി പിടിച്ച് കിടക്കുന്ന ആനക്കൊമ്പിൻ്റെ ലോകത്തിലുള്ള ഗോൾഡൻ ചെയിനിലേക്കും അവളുടെ മിഴികൾ കൗതുകത്തോട് ഉടയ്ക്കുന്നതാണ്. അവനടിച്ച പെർഫ്യൂംസിൻ്റെയും വിയർപ്പിൻ്റെയും സമ്മിശ്രഗന്ധം അവളുടെ നാസികയിലേക്ക് ഇരച്ചു കയറി. അവൻ്റെ കയ്യിലെങ്ങാനും പെട്ടുപോയാൽ താൻ പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞു പോകും. ശ്രീ അവൻ്റെ ബോഡി കണ്ട് ഉമിനിറക്കിക്കൊണ്ട് പറഞ്ഞു. ഇതേസമയം ഫോൺ കോൾ വെച്ച ശേഷം ശ്രീയുടെ അനക്കമൊന്നുമില്ലാതെ നെറ്റി ചുടിച്ച് അവളെ നോക്കിയ ശിവ കാണുന്നത് തൻ്റെ നെഞ്ചിലേക്ക് നോക്കി ഉണ്ടക്കണ്ണും ഉരുട്ടി വെച്ച് എന്തോ ആലോചനയോട് നിൽക്കുന്ന ശ്രീയാണ്. അവളുടെ അന്തം വിട്ട് നിൽപ്പ് കണ്ടതും ശിവ വലത്ത് കൈയിലെ തള്ളവിരൽ ചൂണ്ടുവിരലും മടക്കി അവളുടെ തലയിലോട് കൊട്ടുവെച്ച് കൊടുത്തതും ശ്രീ എരിവ് വലിച്ച് അവനെ കണ്ണുരുട്ടി. കഴിഞ്ഞോടി വട്ട് കേസതിൻ്റെ വായി നോട്ടം. ശ്രീയുടെ നോട്ടം കണ്ടതും ശിവ പുച്ഛം വാരി വിതറി അവളുടെ കയ്യിൽ നിന്ന് ചായക്കപ്പ് വാങ്ങി ചുണ്ടോട് ചേർത്ത് ചോദിച്ചു. ഞാൻ ആരെയും വായി നോക്കിയിട്ടൊന്നുമില്ല. ഇനി നോക്കിയാലിപ്പോൾ എന്താ? ആരെന്നൊന്നും അല്ലല്ലോ, എൻ്റെ അല്ലേ? ശ്രീ പതർച്ച മറച്ചു വെച്ച് പറഞ്ഞ അവസാന വാചകം അവൻ കേൾക്കാതെ പെറുപിടുത്തു. പിന്നെ എന്തിനാണ് നീ എന്നെ കണ്ടെടുക്കാതെ നോക്കി നിന്നേ? പിന്നെ നോക്കാൻ പറ്റിയൊരു കോലം കണ്ടേച്ചാലും മതി. ബ്ലാ, എന്തടി എനിക്കൊരു കുറവ്? ഏതായാലും നിന്നേക്കാളും മെച്ചണ്ട്. ഉരുട്ടടക്ക പോലൊരു സാധനം. ഉരുട്ടടക്ക തൻ്റെ തെണ്ടി താൻ വല്ല തെങ്ങ് പോലെ നീളെടുന്ന് കരുതി അഹങ്കരിക്കണ്ട. കണ്ടാലും മതി. ഊതി വീർപ്പിച്ച മസിലും മത്തങ്ങ തലയും കാട് പോലത്തെ തലമുടിയും. ഈ ബോഡിയൊക്കെ കൃത്യമാണെന്ന് എനിക്കല്ലേ അറിയൂ. അവൻ്റെ 6 പാക്ക് ബോഡിയിലേക്ക് നോക്കി ശ്രീ പുച്ഛത്തോടെ പറഞ്ഞു. ആരുടേതാണ് ഊതിപ്പേറിച്ച ബോഡി? ഇത് ഞാനേ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. നിന്നെ കണ്ടേച്ചാലും മതി. ഉണക്കമതി പോലൊരു സാധനം. പിന്നെ നിന്നേക്കാൾ ആരോഗ്യമൊക്കെ ഈ ശിവക്കുണ്ട്. പിന്നെ അത്രക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ എന്നെ വെച്ചൊരു 100 പുഷപ്പെടുക്ക്. എന്നാൽ ഞാനിതെല്ലാം ഒറിജിനലാണെന്ന് വിശ്വസിക്കാം. ശ്രീ വീരോടെ പറഞ്ഞതും ശിവയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെ അവളെ വിളിച്ച് അവൻ ബെഡിൽ കയറി കിടന്ന് അവളെ പുറത്ത് വെച്ച് അവൻ ഒറ്റക്കൈ കൊണ്ട് പുഷപ്പ് എടുക്കാൻ തയ്യാറായി. ഹൈ, കാണുന്ന പോലെ നല്ല സുഖം. ശിവയുടെ പുറത്ത് കയറി കിടന്ന് ശ്രീ അവൻ പുഷപ്പ് എടുക്കാൻ തുടങ്ങിയതും ശ്രീ വീഴാതിരിക്കാൻ അവൻ ഇറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. 100 ഇറങ്ങടി, മതി സൂചിച്ച് കിടന്നത്. അയ്യോ, ഇത്ര പെട്ടെന്ന് 100 അതെ, ഒരു 100 കൂടി. എന്നെ എണ്ണം തെറ്റി, അതാ. നീ ഇങ്ങനെ പറയുന്നത് എനിക്കറിയാം. അതുകൊണ്ട് പൊന്നുമോള് മാറി. ഇല്ല, ഇനിയും വേണം പ്ലീസ്. നല്ല ശിവേട്ടനല്ലേ,
150 പ്ലീസ്. കയ്യടി, നിന്റെ പൂതി മനസ്സിൽ കിടക്കത്തേ ഉള്ളൂ. മതി സുഖിച്ച് കിടന്നത്, മാറി കിടക്കടി. ഇല്ല, താൻ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ മാറാൻ പോകുന്നില്ല. വേണേ പോയി കേസ് കൊടുത്തോ, എനിക്ക് ഗ്രാസാണൊക്കെ. ശ്രീ അവനെ കൂടുതൽ അള്ളി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ, നീ അത്രക്കായോ, കാണിച്ചു തരാടി കുരിപ്പേ. ശിവ പല്ല് കടിച്ച് അവളെ പിടിച്ച് വലിച്ച് ബെഡിലേക്ക് ഇട്ട് അവളുടെ മുകളിലായി കൈകുത്തി നിന്നു. ഡോ, എന്തേ കാണിക്കുന്നേ? മാറിയേ, എനിക്ക് പോണം. ശ്രീ ശിവയെ തള്ളി മാറ്റാൻ ഒരു പായശ്രമം നടത്തിക്കൊണ്ട് പറഞ്ഞു. അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ, കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. ശ്രീയുടെ ഭാവം കണ്ട് ശിവ ഉള്ളിൽ ഊറി ചിരിച്ച് നിഷ്കുവായി കൊണ്ട് പറഞ്ഞു. എന്റെ ശ്രീ, നിനക്കിതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? ഇനിയിപ്പോൾ വേലി കിടന്ന പാമ്പിനിട്ട് തോൾ വെച്ച അവസ്ഥയായല്ലോ. മനസ്സിൽ പറഞ്ഞ ശ്രീ ദയനീയതയോടെ അവനെ നോക്കി. നീ എന്താ പറഞ്ഞേ? നിനക്കൊക്കെ ഗ്രാസാവുന്നല്ലേ? ശിവ കൈകുത്തി ഉയർന്ന് താണുകൊണ്ട് ശ്രീയുടെ ചെവിയിൽ ചോദിച്ചു. കവളിലും കഴുത്തിലും അവൻ്റെ മുടിയിലകളും താടി രോമങ്ങളും വിക്കിളി കൂടുന്നതിനൊപ്പം അവൻ്റെ ഇളം ചൂടുള്ള അതിരങ്ങൾ ചെവിയിൽ പതിഞ്ഞതും ശ്രീ പൊള്ളിപ്പിടിഞ്ഞുകൊണ്ട് അവൻ്റെ നഗ്നമായ തോളിൽ അള്ളിപ്പിടിച്ചു. വീണ്ടും വീണ്ടും അവൻ ഉയർന്നു താഴ്ന്നതിനനുസരിച്ച് ശ്രീയുടെ വിരലുകളിലെ കൂർത്ത നഖങ്ങൾ അവൻ്റെ തോളിൽ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. തന്നിൽ പല മാറ്റങ്ങളും വരുന്നത് അവൾ അറിഞ്ഞു. ശിവയുടെ അവസ്ഥയും മറച്ചല്ലായിരുന്നു. അവളൊന്ന് കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിലും അവളിൽ നിന്നും വമിക്കുന്ന സോപ്പിൻ്റെയും ഷാമ്പുവിൻ്റെയും ഗന്ധം തന്നെ ഉന്മാദനാക്കാൻ പോകുന്നത് പോലെ തോന്നി ശിവക്ക്. ഇറങ്ങി പോടി. ഇനി ഇങ്ങനെ തുറന്ന കൈവിട്ടു പോകുമെന്ന് തോന്നിയ ശിവ അവളുടെ മുകളിൽ നിന്ന് മാറിക്കൊണ്ട് കണ്ണടച്ച് കിടക്കുന്ന സ്ത്രീയെ നോക്കി ഉച്ചത്തിൽ അലറിയതും ജീവൻ തിരിച്ചു കിട്ടിയ പോലെ സ്ത്രീ ബെഡിൽ നിന്ന് ഇറങ്ങി അവൻ കുടിച്ചു വെച്ച ചായക്കപ്പം എടുത്ത് താഴേക്ക് ഓടി. വലിയ സംഭവവികാസങ്ങളൊന്നുമില്ലാത്ത ദിവസങ്ങൾ വീണ്ടും കൊടിഞ്ഞുപോയി. ഗാർഡനിലെ ഊഞ്ഞാലിലിരുന്ന് ഫോണിൽ തോണ്ടുകയായിരുന്നു ശ്യാം. അപ്പോഴാണ് ശ്രീ അവൻ്റെ മുന്നിൽ വന്നത്. ഡാ, നിനക്കെന്താ മുഖത്ത് കണ്ണില്ലേ? തന്നെ മൈൻഡ് ചെയ്യാതിരിക്കുന്ന ശ്യാമിനെ കണ്ടതും ശ്രീ കലിപ്പിൽ ചോദിച്ചു. ശ്രീയുടെ ചോദ്യം കണ്ടതും ശ്യാം ഫോണിൽ നിന്ന് തലമുതിച്ച് ശ്രീയെ സംശയഭാവത്തിൽ നെറ്റിച്ചുളിച്ച് നോക്കി. എന്തേ? ഞാൻ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് നീ കാണുന്നില്ലേ? പിന്നെ നീ എന്തെന്നെ നോക്കാത്തത്? നിനക്കിപ്പോൾ എന്താ വേണ്ടേ? ഒന്നും വേണ്ട. അതും പറഞ്ഞ് എളിച്ച് കാണിച്ച് ശ്രീ അവൻ്റെ അടുത്തിരുന്നു. എടാ ശ്യാമേ. ശ്രീ അവനെ തോണ്ടി വിളിച്ചു. ഓ, എന്താടി? ദേ, അവിടെ നിന്നറിയാം ആളുകൾ. ശ്രീ അവരുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾ താമസമില്ലാതെ അടച്ചുപൂട്ടിയിരുന്ന വീട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ച് ചോദിച്ചു. അത് പണിക്ക് വന്നവരാണ്. ആ വീട്ടിൽ മുമ്പ് താമസിച്ചിരുന്നവർ തിരിച്ചു വരുന്നുണ്ട് എന്നാ അമ്മ പറഞ്ഞത്. അപ്പോൾ വീട് വൃത്തിയാകാനും വരും വന്നവരാണ്. ആരാ അവിടെ മുമ്പ് താമസിച്ചിരുന്നത്? അതൊന്നിനാ നീ അറിയുന്നേ? അതെന്താ ഞാൻ അറിഞ്ഞ? അങ്ങനെ നീ പറയണ്ട. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടുപേരും കൊമ്പ് കോർക്കാൻ നിൽക്കുമ്പോഴാണ് ഒരു കാർ ഇരമ്പലോടെ മുറ്റത്ത് വന്ന് നിന്നത്. രണ്ടുപേരും ആനന്ദഭാവത്തിൽ അങ്ങോട്ട് നോക്കിയതും മാളു ഡ്രൈവിംഗ് സീറ്റ് തുറന്നിറങ്ങി അവരുടെ അടുത്തേക്ക് വന്നു. അവരിപ്പോൾ മാളുവിൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ കൂടിയാണ് താമസം. ഇടയ്ക്ക് ഈ സന്ദർശനം പതിവാണ്. അവളെ കണ്ടത് രണ്ടുപേരുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. എന്താ ഇവിടെ രണ്ടുപേർക്ക് പണി? ഒന്നുമില്ല എൻ്റെ മാളമ്മേ, ഞങ്ങൾ സംസാരിച്ചിരിക്കുകയായിരുന്നു. ശ്യാമിൻ്റെ മാളമ്മ എന്ന വിളി കേട്ട് അവൾ അവനെ കൂർപ്പിച്ച് നോക്കി അവരുടെ അടുത്തേക്ക് വന്നിരുന്നു. ശ്രീ, ഈ അഭിജിത്ത് തന്നെ ചേട്ടനല്ലേ? അയ്യോ, എൻ്റെ ഉണ്ണിയേട്ടന് എന്തു പറ്റി? മാളുവിൻ്റെ ചോദ്യം കേട്ടത് ശ്രീ ആദിയോടെ ചോദിച്ചു. അയ്യോ, ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ അത് പിന്നെ മാളു മടിയോടെ പറയുന്നത് കേട്ട് ശ്രീ വായും തുറന്നിരുന്നു. മറ്റൊന്നുമല്ല, നമ്മുടെ മാളുവിന് ഉണ്ണിയോട്ടൊരു ചെറിയൊരു സ്പാർക്ക്, അത്രേ ഉള്ളൂ. അയ്യോ ചേച്ചി, അത് നടക്കില്ല. ഏട്ടൻ്റെ എൻഗേജ്മെൻറ്റ് ഓൾറെഡി ഉറപ്പിച്ച് വെച്ചതാ, വൈകാത്തിനുണ്ടാകും. എടുത്തടിച്ചതുപോലെയുള്ള ശ്രീയുടെ മറുപടി കേട്ടത് മാളുവിൻ്റെ മുഖം വാടി. ചാമ്പാണെങ്കിൽ ഇതൊക്കെ എപ്പം നടന്നു, ഞാനൊന്നും അറിഞ്ഞില്ലെന്ന എക്സ്പ്രഷൻ ഇട്ട് നിന്നു. ആണോ? സോറി, എനിക്കറിയില്ലായിരുന്നു. ലീവ് ഇറ്റ്. ഞാനേ അപ്പച്ചിയെ നീതി ചേച്ചിയും കണ്ടിട്ട് വരാം. അത് പറഞ്ഞ് മാളു വേഗം ഉള്ളിലേക്ക് പോയി. പൊട്ട, വാ അടച്ചു വെക്ക്, ഇനി വല്ല പ്രാണിയും കയറിക്കൂടും. ഏയ്, നീ എന്ത് കള്ളാടി പറഞ്ഞേ? പാവം മാളു. എന്ത് കള്ളം പറഞ്ഞെന്ന് നീ പറയുന്നേ? ഞാനുള്ളതാ പറഞ്ഞേ. അപ്പൊ ശരിക്കെല്ലാം തീരുമാനിച്ചോ? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ, എന്നോടൊന്നും പറഞ്ഞില്ല. ഡാ ഓവറാക്കല്ലേ, ഞാനല്ല തീരുമാനിച്ചേ. അതൊക്കെ വിട്. എന്നിട്ട് ആരാ പെണ്ണ്? മറ്റാരുമില്ല, എൻ്റെ ചങ്കാണ്. ആര്? ഷീതുവോ? അതെ, അവളെ ഞാൻ എൻ്റെ ഏട്ടന് വേണ്ടി കണ്ടുവച്ചത്. എന്ത് വില കൊടുത്ത് ഞാനത് നടത്തും? എൻ്റെ പൊന്ന് ശ്രീ, നിന്റെ ഏട്ടനായാലും പറയില്ല. എൻ്റെ ശിവേട്ടനേക്കാൾ വലിയ മുരണ്ട സ്വഭാവമാണ് നിൻ്റെ ഉണ്ണിയേട്ടൻ്റെത്. പിന്നെ ഷീതു അതൊരു പാവാണ്. അതിനാ മുരനെ കൊണ്ട് കെടിച്ച് അതിന് ലൈഫ് കളയണോ? തെണ്ടി ശ്യാമേ, നിന്നെ കേട്ടിയവൻ എന്ത് വേണം പറഞ്ഞു, ഞാൻ സഹിക്കും. അത് കരുതി എൻ്റെ ഉണ്ണിയേട്ടൻ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, പണ്ട് നിന്റെ കുരങ്ങൻ ശിവേട്ടൻ്റെ തല തല്ലി പൊടിച്ച മാതിരി നിന്റെ ഈ മത്തങ്ങ തല ഞാൻ തലി പൊട്ടിക്കും. നീ ചെവിയെ നുള്ളിക്കോ, എൻ്റെ ഏട്ടൻ്റെ കൂടെ തന്നെ ഞാൻ അവളെ കെട്ടിക്കും.
എന്നിട്ട് അവരെ കൊച്ചുങ്ങളെയും കൊണ്ട് നിന്നെ അങ്ങനത് വിളിപ്പിച്ചില്ലെങ്കിൽ നീ എൻ്റെ പേര് നിനക്കുണ്ടാവുന്ന കൊച്ചിനിട്ടോ. അത്രക്കൊക്കെ വേണോ? നിന്റെ പ്ലാനിങ് എല്ലാം ചീറ്റി പോയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എന്താ എപ്പോഴും ചക്കിടുമ്പോൾ മുയൽ വീഴുന്നില്ല. അവൾ എൻ്റെ എഴുത്തിയുമായി വന്നിട്ട് വേണം എനിക്ക് അവളോട് നാത്തൂമ്പൂരെടുക്കാൻ. പിന്നെ നീയല്ലേ ആള്. അവളുടെ കണ്ണൊന്ന് കലങ്ങിയാൽ മതി, നീ ഇവിടെ കിടന്ന് പട്ടി പോകുന്ന പോലെ കിടന്ന് മോങ്ങാൻ. എന്നിട്ടാ അവൾ നാത്തൂമ്പൂരെടുക്കാൻ പോകുന്നത്. നമ്മളിതൊക്കെ അത്ര കണ്ടതാ. മോനെ ശ്യാമേ, കുന്തിരിക്ക് എനിക്ക് ഇഷ്ടമാണ്. അത് കരുതി അതിൻ്റെ മൂട്ടിലിട്ട് പോക്കരുതേ. ശ്യാമിനെ നോക്കി കെറുവോടെ പറഞ്ഞ് ശ്രീ ഉള്ളിലേക്ക് പോയി. ശ്യാമിനി എന്താവോ എന്തെന്ന് പറഞ്ഞ് ഫോണിലേക്ക് ഓടിയിട്ടു.